ഹലോ, വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ കണ്ടത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ അഡ്വാൻറ്റേജസുമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡിവൈസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസുകളെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദീസ് ആർ നോൺ ആസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ആദ്യം നമ്മൾ പഠിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് വെച്ചാൽ, ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡിവൈസസ് ആണ്. അതായത് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തരം നെറ്റ്വർക്കുകളുണ്ട്. പ്രൈവറ്റ് നെറ്റ്വർക്കും പബ്ലിക് നെറ്റ്വർക്കുകളും ഉണ്ട്. പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഉള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും. പബ്ലിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളായിരിക്കും. അപ്പം നമ്മൾ പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരു ഓഫീസിൽ നമുക്ക് 10 കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ 10 കമ്പ്യൂട്ടറുകളെയും കൂടെ നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണ്? 10 ഇൻഡിപെൻഡൻറ്റ് മെഷീനുകളാണ്. 10 ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടറുകളോ ലാപ്ടോപ്പുകളോ നമ്മുടെ കയ്യിലുണ്ട്. വി വാണ്ട് ടു ക്രിയേറ്റ് എ നെറ്റ്വർക്ക്. സോ ആ കേസിൽ നമ്മൾ എങ്ങനെയാണ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട സാധനങ്ങളെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് ഫിസിക്കലായിട്ടുള്ള, അതായത് നമ്മൾ കേബിൾ ഉപയോഗിച്ചിട്ടുള്ള കണക്ഷൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഡിവൈസാണ് ഹബ് ഓർ സ്വിച്ച് എന്ന് പറയും. സോ ആ ഡിവൈസിൻ്റെ പേരെന്താണ്? ഹബ് അല്ലെങ്കിൽ സ്വിച്ച് എന്നാണ് അതിൻ്റെ പേര്. സോ what is it? It is a device that connects several computers to form a network. It is a device that connects several computers to form a network. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് എന്ത്? സ്വിച്ച് അല്ലെങ്കിൽ ഹബ്. ഇവിടെ ഡിഫറൻസ് പറയുന്നത് ഇവിടെ പറയുന്നത്, നിങ്ങൾ ആ ഡിവൈസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനൊരു ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബുകളിലൊക്കെ ഇരിക്കുന്ന ഇതാണ്, നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്ലോട്ടുകൾ കാണുന്നുണ്ടല്ലേ? ഈ സ്ലോട്ട് നിങ്ങൾക്ക് നേരത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ നെറ്റ്വർക്ക് ലാൻ പോർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോർട്ട് എന്ന് പറയപ്പെടുന്ന ഡിവൈസാണ്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട്സ് പഠിച്ചപ്പോൾ, ഹാർഡ്വെയർ പഠിച്ചപ്പോൾ, സെക്കൻഡ് യൂണിറ്റിൽ ഹാർഡ്വെയർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് പോർട്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടെലിഫോണിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ലാൻഡ് ഫോണിൻ്റെ കേബിള്, ആ കേബിള് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും, ഫോൺ കണക്ട് ചെയ്യുന്നത്. അതേ സാധനമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, RJ45 എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതാണ് എൻ്റെ പേര്, അങ്ങനെയാണ് പറയുക. അപ്പം നമ്മൾ ആ സാധനമായിരിക്കും ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ ഹബിൻ്റെ രണ്ട് സൈഡിലും ഇത്തരം പോർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോർട്ടിലേക്കെല്ലാം നമുക്ക് മെഷീനുകളെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നുള്ളൊരു കേബിള് കമ്പ്യൂട്ടറിൻ്റെ ലാൻഡ് പോർട്ടിലേക്കും ഇതിലേക്കും കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ സപ്പോസ് ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് 5 മെഷീനുകളെ ഈ സൈഡിൽ കണക്ട് ചെയ്യാം, സെയിം 5 മെഷീനുകളെ മറ്റേ സൈഡിലും കണക്ട് ചെയ്യാം. അപ്പോൾ 5 10 മെഷീനുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഉപയോഗിക്കുന്നു? ഈ ഡിവൈസ് ഉപയോഗിക്കുന്നു. ഇത് സ്വിച്ച് അല്ലെങ്കിൽ ഹബ് എന്ന പേരിൽ, സ്വിച്ച് അല്ലെങ്കിൽ ഹബ് അല്ല, ഇതാണ് ഷേപ്പ് എന്തിൻ്റെ? സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ ഹബിൻ്റെ. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തനം 2 രീതിയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സ്വിച്ചിൻ്റെയും ഹബിൻ്റെയും പ്രവർത്തനത്തിലുള്ള ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടല്ലോ 10 പോർട്ടുകളുണ്ട്. 10 പോർട്ടിലേക്കും 10 മെഷീനുകളെ കണക്ട് ചെയ്തിരിക്കുന്നു. മെഷീനുകളുടെ പേര് M1, M2, M3 എന്നാണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുവാണ്, മെഷീൻ M2-ന്, അതായത് ഒരു മെഷീന് M7ലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം. ഇങ്ങനെ M2-ന് M7ലേക്ക്, അതായത് ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറിന്, മറ്റൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യണമെന്നല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കണക്ഷൻ എല്ലാം സ്വിച്ചുമായിട്ട് ഹബുമായിട്ടേ ഉള്ളൂ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യണം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നെറ്റ്വർക്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതെന്നാണ് പറയുന്നത്. ഇനി സ്വിച്ചിലും ഹബിലും 2 തരത്തിലാണ് പ്രവർത്തനം നടക്കുന്നത്. ഇവിടെ
ഹബിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് ഇപ്പോൾ M2 എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് വരുന്നതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് വരുന്ന ഒരു മെസ്സേജിനെ, അത് ആർക്കുള്ളതാണ്, നമ്മൾ മെഷീന് പറഞ്ഞായിരുന്നു M7 എന്നൊരു അഡ്രസ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. സിസ്റ്റത്തിന് അഡ്രസ്സ് എല്ലാവരുടെയും അറിയാം. അപ്പോൾ M7 ഏതാണെന്ന് അറിയാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഹബ് ആണെങ്കിൽ, ഈ ഡിവൈസ് നമ്മൾ നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസ് ഹബ് ആണെങ്കിൽ, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹബ് വരുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ആക്ച്വലി ആദ്യം M2-ന് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ആ മെസ്സേജ് ഹബിനാണ് കൊടുക്കുന്നത്. ഹബ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയും. ദാറ്റ് മീൻസ് ഈ മെസ്സേജിനെ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നു. ഇത് എങ്ങോട്ടേക്കാണ് അയക്കുന്നതെന്നാണ് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഹബ് ആണെങ്കിൽ അയക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എല്ലാ മെഷീനിലേക്കും അയക്കും, എല്ലാവർക്കും കൊടുക്കും. ഇതിനെ നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയും. ദാറ്റ് മീൻസ് എല്ലാവർക്കും കിട്ടും. ഇതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഹബ് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ എന്ത് വരുന്നു എന്ന് വെച്ചാൽ ബാക്കി മെഷീനുകൾക്ക് എല്ലാം മനസ്സിലാകും ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, M2-ന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മെസ്സേജ് അപ്പോൾ M1-നും M3-ക്കും ഒക്കെ മനസ്സിലാകും ഒരു മെസ്സേജ് വരുന്നുണ്ടെന്ന് മനസ്സിലാകും. ഇവരെന്ത് ചോദിച്ചാൽ ദേ വിൽ ലിസൺ എന്നാണ് പറഞ്ഞത്. ലിസൺ എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്നു വെദർ ദ അഡ്രസ് ഈസ് റിട്ടൺ ആൻഡ് വെദർ ദ അഡ്രസ് ഈസ് ഫോർ മീ. എനിക്കാണോ ഈ മെസ്സേജ് എന്ന് നോക്കുന്നു. മനസ്സിലായല്ലോ? സിസ്റ്റം നമ്മളെപ്പോലെ കള്ളത്തരമൊന്നും കാണിക്കത്തില്ല. എനിക്കാണ് മെസ്സേജ് എങ്കിൽ ഐ വിൽ ടേക്ക് ദ മെസ്സേജ്, അതർവൈസ് ഐ വിൽ റിജക്ട് ദ മെസ്സേജ്. ഞാൻ മെസ്സേജിനെ എടുക്കുന്നില്ല. M7 മാത്രം എന്ത് പറയുന്നു, മെസ്സേജിൽ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്, M7 എന്നാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ അഡ്രസ്സാണ് M7, ഞാൻ മെസ്സേജിനെ എടുത്തേക്കാം. ആര് മെസ്സേജ് എടുക്കുന്നു? M7 മെസ്സേജ് എടുക്കുന്നു. സോ ഇതാണ് ഹബിൽ നടക്കുന്ന പണി. ഹബിൽ എങ്ങനെയാണ്, M2 ഒരു മെസ്സേജ് M7 അയക്കുകയാണ്. എങ്ങനെ അയക്കുന്നതെന്ന് പറയുന്നത്, M2 ഫസ്റ്റ് സെൻഡ് ദ മെസ്സേജ് ടു ഹബ്. ഹബ് then send the message to all other machines. At that time every machine listens and they understand that some message is coming. After that they will check the address. Our address നോക്കുന്നു and the address is written as M7. So all other machines sits idle, silent, but M7 takes the message. M7 മെസ്സേജ് എടുക്കും. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് ആലോചിച്ചറിയാം അല്ലേ? നമ്മൾ ഒരാൾക്കൊരു കത്ത് എഴുതുമ്പോൾ നമ്മളത് രഹസ്യമായിട്ട് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് വല്ലവരും അറിയുന്നതിന് നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ല. മെസ്സേജ് അയച്ചു പോലും അറിയുന്നത് നമുക്ക് താല്പര്യമില്ലല്ലേ? നമ്മളൊരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ആ ആൾക്ക് അയച്ചത് മറ്റൊരാൾ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് പോലും എനിക്കിഷ്ടമില്ല. അപ്പോൾ മെസ്സേജ് കാണുന്നത് ഇഷ്ടമുണ്ടോ? ഇല്ല. മെസ്സേജ് കാണുന്നത് നമുക്കിഷ്ടമില്ല. ബട്ട് ഹബിലാണെങ്കിൽ അങ്ങനെയാണ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഹബ് അധികം ഉപയോഗിക്കുന്നില്ല. കാരണം സെക്യൂരിറ്റി പർപ്പസ്. കാരണം മെസ്സേജ് വരുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പണി ഒപ്പിച്ചാൽ നമുക്ക് മെസ്സേജ് റീഡ് ചെയ്യുകയും ചെയ്യാം. സോ ഇറ്റ് ഇസ് നോട്ട് സെക്യൂർ. സോ ഇൻ ദി കേസ് ഓഫ് സ്വിച്ച്, സോ വി ആർ ഗോയിങ് ടു സ്വിച്ച്. സ്വിച്ച് ഈസ് നോൺ ആസ് ഇറ്റ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഡിവൈസ്. ബുദ്ധിമാനായ മെഷീനാണെന്ന്. എന്താണ് ബുദ്ധി എന്ന് ചോദിക്കാം, നോക്കാം. Because it can transmit the received data to the destination only. ഹബ്ബാണ് ഇരിക്കുന്നതെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് എല്ലാവരെയും അറിയിച്ചേനെ, നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചേനെ അല്ലേ? പക്ഷേ ഇദ്ദേഹമാണെങ്കിൽ, സ്വിച്ച് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സ്വിച്ച് നമ്മൾ ഈ പാസ്വേഡൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ്. സ്വിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മെസ്സേജ് നോക്കുമ്പോൾ മെസ്സേജ് M7 ആണ്. സോ മറ്റാരും അറിയില്ല. സ്വിച്ച് സൈലൻ്റ് ആയിട്ട് ഇത് ആരുടെ കൊണ്ട് കൊടുക്കും? M7-ൽ കൊണ്ട് കൊടുക്കും. സോ മെസ്സേജ് ഈസ് സേഫ്. ദാറ്റ്സ് വൈ സ്വിച്ച് ഇസ് നോൺ ആസ് അൻ ഇൻ്റലിജൻറ്റ് മെഷീൻ. സ്വിച്ചാണ് ഇൻ്റലിജൻറ്റ് മെഷീനെ. ഞാനിത് ഹബും കൂടെ കൂട്ടി എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഹബ് ഈസ് നോട്ട് ആൻ ഇൻ്റലിജൻറ്റ് മെഷീൻ, ബട്ട് സ്വിച്ച് ഈസ് എൻ ഇൻ്റലിജൻറ്റ് മെഷീൻ. ബിക്കോസ് ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാൽ സെൻഡ് ചെയ്യാം. ട്രാൻസ്മിറ്റ് ദ റിസീവ്ഡ് ഡേറ്റ. എൻ്റെ കയ്യിൽ കിട്ടിയ ഡേറ്റയെ സ്വിച്ച് ആർക്ക് കൊടുക്കുന്നു? ഓൺലി ടു ദി ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ അഡ്രസ്സാണോ അവിടെ എഴുതിയിരിക്കുന്നത് അവർക്ക് മാത്രം കൊടുക്കുന്നു. It will store the addresses of all devices connected to. സ്വിച്ചിൻ്റെ അടുത്ത് എന്തുണ്ടായിരിക്കും? എല്ലാവരുടെയും അഡ്രസ്സ് ഉണ്ടായിരിക്കും. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേക്കാം. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ മെഷീനും ഇങ്ങോട്ട് കണക്ട് ചെയ്യുമല്ലേ. അപ്പോൾ ഓരോ മെഷീനും ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഒരു നമ്പറല്ല, ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അഡ്രസ്സ് ചിലപ്പോൾ ഒരു നമ്പർ ആയിരിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം.
M1, M2, M3, M4, M5 അങ്ങനെ ഒരു നമ്പർ ഓരോ മെഷീനും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മളെങ്ങനെ അറിയുന്നത് ഏത് മെഷീനാണ്? സോ മെഷീൻ ഹാസ് അഡ്രസ്സസ്. സോ എ സ്വിച്ച് ഓർ ഹബ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ സിമ്പിൾ നെറ്റ്വർക്ക്. ഓൺലി ഫോർ സിമ്പിൾ നെറ്റ്വർക്കാണ്, വലിയ നെറ്റ്വർക്ക് ഒന്നും ഇത് പറ്റത്തില്ല. It is a box-like device which has ports on it. LAN ports ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോർട്ടിലേക്ക് നമുക്ക് സ്ലോട്ട് എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ ഈ സ്ലോട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. എത്ര മെഷീൻ ഉണ്ടെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് 5 മെഷീനേ ഉള്ളൂ, പിന്നെ ഒരു 5 മെഷീൻ വയ്ക്കും, ഈസി ആയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ വലിയ സ്വിച്ച് വാങ്ങിച്ചിട്ടാണെങ്കിലും നമുക്ക് ഓപ്പറേഷൻസ് നടത്താം. സോ ഈസിയാണ്, വെരി ഈസി ടു ഇൻസ്റ്റാൾ എ സ്വിച്ച് ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് എ നെറ്റ്വർക്ക്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സി നെക്സ്റ്റ് വൺ, ബ്രിഡ്ജ്. നിങ്ങൾ ഈ വാക്കുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അർത്ഥം നോക്കണം കേട്ടോ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പാലം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? പാലം. ഓക്കെ, പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പാലം ഓർക്കുക. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു പാലം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നില്ലേ? പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും റോഡ് ഉണ്ടായിരിക്കും, ശരിയല്ലേ? നല്ല പാലം കൊണ്ട് ഉപയോഗമുള്ളൂ, റോഡ് ഉണ്ടായിരിക്കും. ആറിന് കുറുകെ അല്ലെങ്കിൽ തോടിന് കുറുകെ മുകളിലായിട്ട് പാലം ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും റോഡുണ്ട്, അപ്പുറത്തെ സൈഡിലും റോഡ്. ഇനി ഞാൻ പറയുന്ന അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡിൻ്റെ റോഡ് പലതരം റോഡുകളുണ്ടല്ലേ. നമ്മളിപ്പം എക്സ്പ്രസ് ഹൈവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണ റോഡ് അറിയാം, 4 വരി പാത നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അല്ലേ? NH എന്ന് കേട്ടിട്ട് കാണും. അങ്ങനെ പല വഴികളുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഒരു പാലം നമുക്കുണ്ടെങ്കിൽ ആ പാലത്തിൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും 2 സൈഡിലെയും റോഡുകൾ ഒരേപോലത്തെ റോഡുകളായിരിക്കുമല്ലോ. അല്ലാതെ NH-ലായിരുന്നു പാലം കിടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ ചെറിയൊരു വഴിയായിരിക്കും? ഒരിക്കലുമില്ല. എങ്ങനെയാണോ ഇത് വലിയ വഴിയാണെങ്കിൽ അപ്പുറത്തും വലിയ വഴി തന്നെ ആയിരിക്കും, ആണല്ലോ. സോ പാലം എന്തിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു? സിമിലർ ആയിട്ടുള്ള 2 വഴികളെ കണക്ട് ചെയ്യാനാണ് പാലം ഉപയോഗിക്കുന്നത്. സോ ഇവിടെയും അത് തന്നെയാണ്. ഇനിയൊന്ന് വായിച്ചു നോക്കി. എ ബ്രിഡ്ജ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സെഗ്മെൻറ്റൈസ് എ നെറ്റ്വർക്ക്. സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പോർഷൻ എന്ന് പറയും. സെഗ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കേക്ക് നമ്മൾ കട്ട് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളൊരു ബർത്ത്ഡേ എങ്ങനെ എന്തെങ്കിലും ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്യുമെന്ന് വെച്ചോ. സപ്പോസ് ആ കേക്കിൻ്റെ ഷേപ്പൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും. ഞാനതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നു. ഈക്വലായിട്ട് ദാറ്റ് മീൻസ് 2 പാർട്ടാക്കുന്നു. അപ്പോൾ എന്തായി? അപ്പുറത്തും ഇപ്പുറത്തും 2 പാർട്ട് വന്നില്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ 2 സെഗ്മെൻറ്റ് എന്ന് പറയും, 2 പാർട്ട്. സോ എ ബ്രിഡ്ജ് ഈസ് എ ഡിവൈസ് യൂസ് ടു സെഗ്മെൻറ്റൈസ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ കയ്യിലുള്ളത്, പക്ഷേ അത് ഇത്തിരി വലിയ നെറ്റ്വർക്കാണ്. നമ്മളെപ്പോലെ ചെറിയതല്ല. നമ്മൾ മുമ്പേ സ്വിച്ചൊക്കെ പറഞ്ഞു സിമ്പിൾ നെറ്റ്വർക്ക്. ഇവിടെ പറയാം സിമ്പിളല്ല, അത്ര സിമ്പിളല്ല, ആള് കുറച്ച് വലുതാണ്. ആ സമയം ഈ നെറ്റ്വർക്കിനെ നമ്മളൊന്ന് സെഗ്മെൻറ്റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് വലിയൊരു ബിൽഡിംഗ് നിങ്ങളവർക്ക് ഒരു 10 ഫ്ലോർ അല്ലെങ്കിൽ 10 വേണ്ട കേട്ടോ, ഒരു 4 നിലയുള്ള ബിൽഡിംഗ് ഓർത്തേ. ഇപ്പോൾ താഴെ 1, 2, 3, 4 നില. അപ്പോൾ 2 നിലകൾ ഒരു സെഗ്മെൻ്റായിട്ടും 3ാമത്തെ 4ാമത്തെ നില വേറൊരു സെഗ്മെൻ്റായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഒന്ന് ആലോചിച്ചേ, 2 സെക്ഷനായിട്ട് നിൽക്കുന്നു. സോ അങ്ങനെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ ഉപയോഗിക്കുന്നത്? ബ്രിഡ്ജിനെ ഉപയോഗിക്കുന്നത്. ഈ നെറ്റ്വർക്ക് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആൻഡ് ക്യാൻ ബി ഇൻ്റർകണക്റ്റഡ് യൂസിങ് എ ബ്രിഡ്ജ്. അപ്പോൾ മനസ്സിലായല്ലോ ബ്രിഡ്ജിൻ്റെ ഉപയോഗം. അപ്പോൾ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഒരേ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ഒരേപോലത്തെ വഴികളായിരിക്കണം. അല്ലാതെ വലിയൊരു റോഡിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു റോഡും ഒരു പാലവും വന്നിട്ട് നമുക്ക് ഒരു ഉപകാരവുമില്ല. വലിയ റോഡാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും വലിയ റോഡ് തന്നെ ആയിരിക്കണം. ഇനി ബ്രിഡ്ജിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഹിയർ വി ഹാവ് എ നെറ്റ്വർക്ക്. See, more than one machines are there. So the bridge is connected. This bridge is used to connect this. ഇനി എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ദിസ് റെഡ്യൂസസ് ദി എമൗണ്ട് ഓഫ് ട്രാഫിക് ഓൺ എ നെറ്റ്വർക്ക്. എന്ന് പറഞ്ഞാൽ ഇത് മെഷീൻ 1 മെഷീൻ 2 താഴെ കാണുന്നുണ്ട്. ഇപ്പം മെഷീൻ 1ന് മെഷീൻ 2വിലേക്കാണ് ഒരു മെസ്സേജ് അയക്കേണ്ടതെങ്കിൽ അതിനെപ്പറ്റി മെഷീൻ 3ഓ 4ഓ അറിയേണ്ട ഒരു കാര്യവുമില്ല. ബിക്കോസ് ദേ ആർ ഇൻ ദ സെയിം സെഗ്മെൻറ്റ്.
കണ്ടോ, രണ്ടുപേരും ഒരേ സെഗ്മെൻറ്റിലായതുകൊണ്ട് ഇവർക്ക് മറ്റുള്ളവരെ അറിയിക്കാതെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ സാധിക്കും. അപ്പോൾ നെറ്റ്വർക്കിനെ മൊത്തത്തിൽ ബാധിക്കാത്ത രീതിയിൽ ഒരു സെഗ്മെൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അവർ ഒരെണ്ണത്തിൻ്റെ ഭാഗമാണ് താനും. നമുക്ക് അവർക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ 2 നിലയിൽ ഒരു സെഗ്മെൻറ്റും അടുത്ത 2 നിലയിൽ അടുത്ത സെഗ്മെൻറ്റും. അപ്പോൾ ഈ ഒന്നാമത്തെ 2ാമത്തെ നിലകളിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് താഴത്തെ സെഗ്മെൻറ്റ് ഉപയോഗിക്കാം. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും വരുന്നു, ഇപ്പോൾ 1ാമത്തെ സെക്ഷനിൽ 4ാമത്തെ സെക്ഷനിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മാത്രം നമുക്ക് ആരുടെ സഹായം ചോദിക്കാം? ബ്രിഡ്ജിൻ്റെ സഹായം ചോദിക്കാം. അപ്പോൾ ബ്രിഡ്ജ് എന്ത് ചെയ്തു? ഈ മെസ്സേജിനെ കടത്തിവിടുന്നു. കണ്ടോ, മെസ്സേജിനെ കടത്തിവിടുന്നത് വഴിയൊക്കെ കാണുന്നുണ്ടല്ലോ. സോ ഇത് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യാം, ഇവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും ചെയ്യാം. സോ ഇറ്റ് ഈസ് യൂസ് ടു സെഗ്മെൻറ്റൈസ് എ നെറ്റ്വർക്ക്. എ നെറ്റ്വർക്ക് ക്യാൻ ബി സ്പ്ലിറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ട്രാഫിക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരേ സമയം നെറ്റ്വർക്കിൽ കൂടി അയക്കപ്പെടുന്ന മെസ്സേജുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ട്രാഫിക് കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ മെസ്സേജ് ഒന്നും കിട്ടാതെ വരികയൊക്കെ ചെയ്തില്ലേ, ഇടയ്ക്ക് ഈ ലാഗൊക്കെ വരത്തില്ലേ, ആ സമയം അതാണ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് എപ്പോഴും ലാഗ് ആയിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നെറ്റ്വർക്ക് ട്രാഫിക് കൂടുന്നത് കൊണ്ടാണ്. സോ നെക്സ്റ്റ്, റൗട്ടർ. അത് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ട് കാണുമായിരിക്കും. റൗട്ടർ എന്നൊരു വാക്കൂടെ നിങ്ങൾ കേട്ടിട്ട് കാണുമായിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിവൈസ് that can interconnect 2 networks of the same type using the same protocol. See, നമ്മുടെ നെറ്റ്വർക്ക് വലുതായിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം നമുക്ക് 10 കമ്പ്യൂട്ടറുള്ള ചെറിയൊരു നെറ്റ്വർക്ക് ആയിരുന്നു. പിന്നെ ഒരു 3-4 നിലയിലുള്ള 10-100 കമ്പ്യൂട്ടറുകളെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മൾ പറയാണ് 2 different networks using different protocols. അപ്പം നമ്മൾ എന്താണ് പ്രോട്ടോക്കോൾ എന്നൊന്ന് മനസ്സിലാക്കണം. പ്രോട്ടോക്കോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് പ്രോട്ടോക്കോൾ ആവശ്യമാണ്. അതായത് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അറിയാലോ, പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിബന്ധനകളാണ്. നമ്മളൊരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ നിയമങ്ങളെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രോട്ടോക്കോൾ, നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായ ചില പ്രോട്ടോക്കോളുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. സോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ റൂൾസ് ടു ബി ഫോളോഡ്. ഇനി നമ്മുടെ സ്കൂളിലുള്ള റൂൾ ആയിരിക്കത്തില്ല ചിലപ്പോൾ വേറൊരു സ്കൂളിൽ, അല്ലേ? നിങ്ങൾക്ക് ഇപ്പം നമ്മളെ ഏകദേശം ഇപ്പം CBSE സ്കൂളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകൾ, അങ്ങനെ വേറെ സ്കൂളുകളുണ്ട്. നമ്മുടെ റൂൾ ആയിരിക്കത്തില്ല അവർക്ക്, അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് റൂൾസ് ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ്. ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം. എ റൗട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 നെറ്റ്വർക്ക്സ് ഓഫ് ദി സെയിം ടൈപ്പ് യൂസിങ് ദി സെയിം പ്രോട്ടോക്കോൾ. അപ്പോൾ ഒരേ പ്രോട്ടോക്കോള് ഫോളോ ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകളെ. ഓക്കെ, 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്. നമ്മുടെ സ്കൂളും ഒരു അൺഎയ്ഡഡ് സ്കൂളും നിങ്ങൾ ഓർക്കുക, പ്രൈവറ്റ് സ്കൂളും. നമ്മുടെ സ്കൂളിലും ഇവിടെ ഉപയോഗിക്കുന്ന സിലബസ് സെയിം ആണ്, പക്ഷേ അവിടുത്തെ സിസ്റ്റം വേറെയാണ്, നമ്മുടെ സിസ്റ്റം വേറെയാണ്. അങ്ങനെയുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റൗട്ടർ. എന്നോട് വായിച്ച്, യൂസ് ടു ഇന്റർകണക്ട്. സോ ഇറ്റ്സ് എ കണക്ഷൻ ഡിവൈസ്. ഇന്റർകണക്ട് 2 നെറ്റ്വർക്ക്സ്, 2 സെപ്പറേറ്റ് നെറ്റ്വർക്ക്സ്, ബട്ട് യൂസിങ് ദ സെയിം പ്രോട്ടോകോൾ. ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കണം. It can find the optimal path for data packets to travel and reduce the amount of traffic on a network. ഒരു സെൻറ്റൻസിൽ കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ വായിച്ച്, it can find the optimal path. നിങ്ങൾ ഒപ്റ്റിമൽ എന്നൊരു വാക്ക് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു സാധനം പഠിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ പഠിക്കും ഒപ്റ്റിമൈസ് എന്ന് പഠിക്കും. ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം. ഓക്കെ, അതായത് നമ്മൾ ഒരു ബിസിനസ് നടത്തുക, അതൊന്ന് പറഞ്ഞിട്ട് പോവാം. ഒരു ബിസിനസ് നടത്തുകയെന്ന് വെച്ചു, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് വേണം, ആണല്ലോ? മാക്സിമം പ്രോഫിറ്റ് വിത്ത് മിനിമം കോസ്റ്റ്. അപ്പോൾ
ഇത് രണ്ടും ഒപ്റ്റിമൈസ് ആണ്. ഒപ്റ്റിമൈസിന് മാക്സിമൈസ് എന്നും മിനിമൈസ് എന്നും അർത്ഥമുണ്ട്. ഒപ്റ്റിമൈസ് ദ പ്രോഫിറ്റ്, മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആൻഡ് മിനിമൈസ് ദ കോസ്റ്റ്. കോസ്റ്റ് ഏറ്റവും കുറയണം, പക്ഷേ ലാഭം ഏറ്റവും കൂടണം. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ഒപ്റ്റിമൈസ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ഒപ്റ്റിമൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ സപ്പോസ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ പോകണമെന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, ഇവിടുന്ന് മീൻസ് ഞാനിപ്പം കോട്ടയത്താണുള്ളത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരെ പോകാൻ പല വഴികളുണ്ട്. ഒരു സമയം ഞാൻ ഏത് വഴിയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയയും ഇല്ല, ഒന്നും ഇല്ല എങ്കിൽ ഏത് വഴിയായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണം, അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും സെലക്ട് ചെയ്യുക, അല്ലേ? സോ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഒപ്റ്റിമൽ എന്ന് പറയുന്നത്. ഷോർട്ടസ്റ്റ് പല വഴിയിൽ കൂടെ പോവാം, പക്ഷേ മാക്സിമം എനിക്ക് മിനിമം സമയം കൊണ്ട് എത്തിച്ചേരാൻ പറ്റിയത് ഏതാണോ? സോ ഇവിടെ ഇറ്റ് ക്യാൻ, മനസ്സിലായല്ലോ? അപ്പം ഏറ്റവും ചെറുത് ഒപ്റ്റിമൽ പാത്ത് ഫോർ ഡേറ്റ പാക്കറ്റ്സ് ടു ട്രാവൽ. അതായത് നമ്മളിവിടുന്ന് ഒരു പാക്കറ്റ്, ഒരു ഡേറ്റ നമ്മൾ അയക്കുവാണ്. ആ ഡേറ്റ നിങ്ങൾ അയക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സപ്പോസ് എറണാകുളത്തിനാണെന്ന് വിചാരിക്കുക. അപ്പം എറണാകുളത്തിന് പോകേണ്ട ഒരു പാക്കറ്റ് ഏത് വഴി കൂടി പോയാലാണ് അവിടെ വളരെ ഏറ്റവും സ്പീഡിൽ എത്തുന്നത് അറിയാൻ അല്ലെങ്കിൽ അറിയുന്നത് ആരായിരിക്കും? റൗട്ടർ ആയിരിക്കും. റൗട്ടർ വിൽ ഫൈൻഡ് ഔട്ട് ദ റൂട്ട്. റൂട്ട് ഓരോ പ്രാവശ്യവും ഡേറ്റ. ഇപ്പം ഞാൻ പറയുവാണ്, ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കോട്ടയത്ത് നിന്ന് ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോകുക, അല്ലെങ്കിൽ ഞാൻ എറണാകുളത്തിന് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം വഴിയിൽ മറ്റേ ഇലക്ഷനോ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ അവിടെ വല്ല റാലികളോ ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ സപ്പോസ് അവിടെ എവിടെയെങ്കിലും അമ്പലത്തിൽ ഉത്സവമാണ്, അല്ലെങ്കിൽ പള്ളി പെരുന്നാളാണ്, അവിടെ പ്രൊസഷനുണ്ട്, ആനയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, അവിടെ തിരക്കാണ് എന്നറിയുന്ന ദിവസം ഞാൻ ആ വഴി കൂടെ പോകും, മറ്റേ വഴി കൂടെ പോകും. അപ്പോൾ ഞാൻ വേറൊരു വഴി സെലക്ട് ചെയ്യും, അല്ലേ? ആ ഒരു ജോലിയാണ് ആര് ചെയ്യുന്നത്? റൗട്ടർ ചെയ്യുന്നത്. ഏത് വഴിയിലാണ് നെറ്റ്വർക്ക് ട്രാഫിക് കൂടുതലുണ്ടോ അത് ഒഴിവാക്കി അടുത്ത വഴി കണ്ടുപിടിച്ച് നെറ്റ്വർക്ക് ട്രാഫിക് റെഡ്യൂസ് ചെയ്ത് ഡേറ്റ പാക്കറ്റ് സ്പീഡായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് റൗട്ടർ. അപ്പോൾ ഈ റൗട്ടർ ഏത് നെറ്റ്വർക്കുകൾ തമ്മിൽ ഉപയോഗിക്കുന്നു? ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് യൂസിങ് ദ സെയിം പ്രോട്ടോകോൾ. ഒരേ പ്രോട്ടോകോൾ ആണെങ്കിൽ റൗട്ടർ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇവിടുത്തെ പടം ഒന്ന് നോക്കിയേ. ഡിഫറെൻറ്റ് മെഷീൻസ്, റൗട്ടർ എ, റൗട്ടർ ബി, റൗട്ടർ സി, എക്സെട്ര. സോ ഇവിടുന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന മെസ്സേജസ് റൗട്ടറുകൾ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് വേണ്ടി പല റൗട്ടറുകൾ ഉണ്ടായിരിക്കും. ഒരു റൗട്ടറല്ല, ഒരു റൗട്ടറിന് ഒരു ഏരിയ ഉണ്ടായിരിക്കും, അതിനപ്പുറത്തോട്ട് അടുത്ത റൗട്ടറായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നുകൂടെ നോക്കിക്കേ. ദാറ്റ് ക്യാൻ ഇന്റർകണക്ട് two networks of the same type using the same protocol. It can find the optimal path for data packets to travel. Next one is gateway. Gateway is a device that interconnect two different networks using different protocols. Oh, അപ്പോൾ പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു അല്ലേ? ആദ്യം നമുക്ക് സിമ്പിൾ നെറ്റ്വർക്ക്, പിന്നെ വേറെ സെയിം നെറ്റ്വർക്കിൻ്റെ സെഗ്മെൻറ്റ്സ്, പിന്നെ സെയിം ടൈപ്പ് നെറ്റ്വർക്ക് യൂസിങ് different networks with same protocol, different networks with different protocols. So for that we are using gateway. See, ഇവിടെ പടം ഒന്ന് നോക്കിയേ ആദ്യം. So one network is here, another network is here. It is used, gateway is used. ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നമുക്ക് BSNL ഒരു കണക്ഷനാണ് ഇവിടെ എന്ന് വിചാരിക്കുക. BSNL ഒരു നെറ്റ്വർക്ക്, ഇപ്പുറത്തുള്ളത് ഐഡിയയുടെ ഒരു നെറ്റ്വർക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഗേറ്റ്വേ ആയിരിക്കും ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എ ഗേറ്റ്വേ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഇന്റർകണക്ട് ടു ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ഹാവിംഗ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ലേറ്റ് വൺ പ്രോട്ടോകോൾ ടു അനദർ. അപ്പം ഇവർ പ്രോട്ടോകോൾ ഡിഫറെൻ്റ് ആണല്ലോ, അപ്പം പ്രോട്ടോകോളിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഇവിടുന്ന് വരുന്ന പ്രോട്ടോകോളും അവിടുന്ന് വരുന്ന പ്രോട്ടോകോളും തമ്മിൽ മാച്ച് ചെയ്ത് പോകണ്ടേ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണോ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നു. ഓക്കെ, it can find the optimal path for the packets to reach the destination. എല്ലാ ഡിവൈസും, എല്ലാ റൗട്ടർ ആണെങ്കിലും ഗേറ്റ്വേ ആണെങ്കിലും ആരാണെങ്കിലും ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നവർ എപ്പോഴും trying to find out the maximum, the optimal path, the minimal distance, മാക്സിമം സ്പീഡിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള വഴിയായിരിക്കും ഈ ഗേറ്റ്വേ ആണെങ്കിലും റൗട്ടർ ആണെങ്കിലും ഉണ്ടാക്കുക. സോ ഇറ്റ് ഈസ് യൂസിങ് different networks with different protocols. So
സോ വൺ മോർ തിങ് ഈസ് ദെയർ ആൻഡ് ദാറ്റ് ഈസ് മോഡം. നിങ്ങളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ കാണുമായിരിക്കും മോഡം. സോ എവിടെ നിങ്ങൾ മോഡം കണ്ടേക്കുന്നത്? മോഡം സാധാരണഗതിയിൽ കാണുന്നത് വൈഫൈ മോഡം എന്നൊക്കെ നിങ്ങൾ പറയും അല്ലേ. മോഡം സാധാരണഗതിയിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡം സാധാരണയായിട്ട് ഉപയോഗിക്കുക അല്ലേ. സോ കമ്പ്യൂട്ടറും സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ മോഡം പലതരം മോഡമുണ്ട്. മോഡം സാധാരണ ഒരു മോഡം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ സ്വിച്ച് കാണിച്ചില്ല, അതിൻ്റെയൊക്കെ അത്രയൊക്കെ വലുപ്പത്തിൽ ചെറിയൊരു സാധനമായിരിക്കും മോഡമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറയാം. നമ്മൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ ഉണ്ടാക്കിയ കാലത്ത്, നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കിയ കാലത്ത് ആദ്യം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള നെറ്റ്വർക്കിന് വേണ്ടി ആദ്യകാലത്ത് ഉണ്ടായിരുന്ന കണക്ഷൻ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയത്. അതായത് നമ്മൾ ആദ്യകാലം നമുക്ക് വളരെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടെലിഫോൺ ലൈൻസ്. നിങ്ങൾക്കറിയാം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ച് BSNLകാർ ടെലിഫോൺ ലൈൻസ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ഇൻ്റർനെറ്റൊക്കെ എടുത്ത സമയത്ത് ഈ കേബിൾ വഴിയായിരുന്നു നമുക്ക്, ടെലിഫോൺ വഴി തന്നെയായിരുന്നു നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം എന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസാണ്. സോ ഇതിൽ ഉള്ള ഡേറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ട്രാൻസ്മിഷനാണ്. നിങ്ങൾ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ട് കാണുമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാം. 2 തരം ട്രാൻസ്മിഷൻ ഉണ്ട്, ഡിജിറ്റൽ ട്രാൻസ്മിഷനും അനലോഗ് ട്രാൻസ്മിഷനും. സോ ഹിയർ ഇൻ ആൻ ഇലക്ട്രോണിക് ഡിവൈസ്, വെദർ ഇറ്റ് ഈസ് മൊബൈൽ ഫോൺ ഓർ ലാപ്ടോപ്പ് ഓർ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം, ഇറ്റ് ഈസ് ഹാവിങ് ഡിജിറ്റൽ ട്രാൻസ്മിഷൻ. സോ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക ട്രാൻസ്മിഷനാണ് ഉള്ളത്. ബട്ട് നമ്മൾ ആദ്യകാലത്ത് നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന കേബിളുണ്ടല്ലോ, ടെലിഫോൺ ലൈനുകൾ എല്ലാം ഏതാണ്? അനലോഗാണ്. അനലോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അനലോഗ് സിഗ്നൽ എന്ന് പറയും. അപ്പോൾ എന്താണ്? ഒരെണ്ണം ഡിജിറ്റലുമാണ്, ഒരെണ്ണം അനലോഗുമാണ്. സിസ്റ്റം ഡിജിറ്റൽ തന്നെ, മറ്റേത് അനലോഗ് തന്നെ. മറ്റേതിനെ ഡിജിറ്റലാക്കാൻ പറ്റത്തുമില്ല, ഇതിനെ അനലോഗ് ആക്കാനും പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. ആ സമയം സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗാക്കി മാറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാനും അനലോഗായിട്ട് പുറത്തുനിന്ന് വരുന്ന മെസ്സേജസിനെ, സിഗ്നലുകളെ ഡിജിറ്റലാക്കി മാറ്റാനും നമുക്കൊരു സിസ്റ്റം വേണ്ടി വന്നു. കാരണം ഡിജിറ്റലിനെ ഒത്തിരി ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അനലോഗിനെ കൂടുതൽ സമയം, അനലോഗ് സിഗ്നൽസിനെ ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും അനലോഗിലേക്ക് മാറ്റിയേ പറ്റും. സോ അവിടുന്ന് വരുന്നതിനെ ഇങ്ങോട്ട് തിരിച്ചു മാറ്റണം. സോ ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അടുത്ത് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. സിസ്റ്റത്തിൽ അതിനുള്ള ആൾക്കാർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അഡീഷണൽ ആയിട്ടൊരു സാധനം അങ്ങോട്ട് മേടിച്ചു വെച്ചു. അതിൻ്റെ പേരായിരുന്നു മോഡം. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു? ടു കൺവേർട്ട് ദ ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് ആൻഡ് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ. ഈ ഓപ്പറേഷന് പറയുന്ന പേരായിരുന്നു മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ. സോ ഇദ്ദേഹത്തിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്ന അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് മോഡം നമ്മൾ പേര് കൊടുത്തു. സോ അതാണ് സംഭവം. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് എ ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്. എന്താണ് ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലാസ്റ്റ് പോയിൻ്റാണ് ടെർമിനൽ. സോ ഡേറ്റയുടെ ട്രാൻസ്മിഷൻ അവസാനിക്കുന്ന പോയിൻ്റാണ്. ദാറ്റ് കൺട്രോൾസ് ഡേറ്റ ഫ്ലോയിങ് ടു ഓർ ഫ്രം എ കമ്പ്യൂട്ടർ. അദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുന്ന ആൾ. ഏത്? മെഷീനിലേക്ക് വരുന്നതിന്, മെഷീനിൽ നിന്ന് പോകുന്നതിന്. A modem is a device used for communication between computers through telephone lines. ടെലിഫോൺ ലൈൻസ് ഉപയോഗിച്ചുള്ള ഡേറ്റ ട്രാൻസ്മിഷനിൽ നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ് ആര്? മോഡം. The name is formed from modulator and demodulator. It converts digital signals received from a computer to analog for telephone lines and vice versa. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസ്മിഷനിൽ ഡിജിറ്റലിനെ അനലോഗ് ആക്കാനും അനലോഗിനെ ഡിജിറ്റൽ ആക്കാനുമായിട്ടാണ് ആരെ ഉപയോഗിച്ചിരുന്നത്? മോഡം എന്ന ഡിവൈസിനെ ഉപയോഗിച്ചിരുന്നത്. ഇന്നും നമ്മൾ മോഡം ഉപയോഗിക്കുന്നുണ്ട്. കാരണം എല്ലായ്പ്പോഴും സിഗ്നൽസിന് ട്രാൻസ്മിഷൻ നടക്കുന്നത്, സിഗ്നൽസ് ദൂരേക്ക് പോകണമെങ്കിൽ ആര് തന്നെ വേണം? അനലോഗ് സിഗ്നൽ തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ അനലോഗായിട്ട് തന്നെയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ വി നീഡ് മോഡം ആസ് എ ഡേറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്. It is used to convert analog to digital and digital to analog. Okay.